ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. വന്യജീവി സഫാരിക്കായി പുതിയ ഇലക്ട്രിക് SUV-യുമായി ടാറ്റ സിയറ EVയുടെ സാങ്ച്വറി എഡിഷൻ അവതരിപ്പിച്ചു. വന്യജീവി സങ്കേതങ്ങളിലെ സഫാരി യാത്രകൾ കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാക്കാൻ പുതിയ ആശയവുമായി ടാറ്റ മോട്ടോഴ്സ് ടാറ്റ സിയറ EV സാങ്ച്വറി എഡിഷൻ എന്ന പ്രത്യേക പതിപ്പാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. സാധാരണ ഉപഭോക്താക്കൾക്ക് വിൽപ്പനയ്ക്കല്ല, വന്യജീവി സങ്കേതങ്ങൾക്കും സംരക്ഷണ കേന്ദ്രങ്ങൾക്കും വേണ്ടിയാണ് ഈ ഇലക്ട്രിക് SUV ഒരുക്കിയിരിക്കുന്നത്. ഓപ്പൺ ടോപ്പ് ഡിസൈൻ, ഉയർനിലയിലുള്ള തിയേറ്റർ സ്റ്റൈൽ സീറ്റുകൾ, സുരക്ഷയ്ക്കായി റോൾ കേജ്, ഓഫ് റോഡ് ടയറുകൾ, അധിക ഫോഗ് ലാമ്പുകൾ, ഇലക്ട്രിക് വിഞ്ച് തുടങ്ങി കാടിനുള്ളിലെ യാത്രകൾക്ക് അനുയോജ്യമായ നിരവധി മാറ്റങ്ങളാണ് ഈ വാഹനത്തിനുള്ളത്. വന്യജീവികളെ ശല്യപ്പെടുത്താതെ ശബ്ദരഹിതമായി സഞ്ചരിക്കാനാകുമെന്നതാണ് ഇലക്ട്രിക് വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സിയറ EVയുടെ പ്യുവർ വേരിയന്റിനെ അടിസ്ഥാനമാക്കിയാണ് സാങ്ച്വറി എഡിഷൻ അവതരിപ്പിച്ചിരിക്കുന്നത്. 63 കിലോവാട്ട് മണിക്കൂർ ബാറ്ററിയും റിയർ മൗണ്ടഡ് ഇലക്ട്രിക് മോട്ടോറുമാണ് വാഹനത്തിന് കരുത്തേകുന്നത്. ഒറ്റ ചാർജിൽ ഏകദേശം 565 കിലോമീറ്റർ വരെ സഞ്ചരിക്കാമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. സ്വകാര്യ ഉപഭോക്താക്കൾക്കായി ഈ മോഡൽ വിൽപ്പനയ്ക്കില്ലെന്ന് ടാറ്റ വ്യക്തമാക്കിയിട്ടുണ്ട്. വന്യജീവി സംരക്ഷണത്തിനും പരിസ്ഥിതി സൗഹൃദ ടൂറിസത്തിനുമായി ഇലക്ട്രിക് വാഹന സാങ്കേതികവിദ്യ എങ്ങനെ ഉപയോഗിക്കാമെന്നതിന്റെ മാതൃകയാണ് സിയറ EV സാങ്ച്വറി എഡിഷൻ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നത്തിങ്ങിന്റെ അടുത്ത ബിഗ് ലോഞ്ചിന് മണിക്കൂറുകൾ മാത്രം. ഫോൺ 4B ചൊവ്വാഴ്ച ഇന്ത്യയിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. കമ്പനിയുടെ പുതിയ B സീരീസിലെ ആദ്യ സ്മാർട്ട് ഫോണായാണ് ഈ മോഡൽ എത്തുന്നത്. നിലവിലെ 4A സീരീസിന് താഴെയുള്ള വില വിഭാഗത്തെ ലക്ഷ്യമിട്ടാണ് പുതിയ ഫോൺ അവതരിപ്പിക്കുന്നത്. നത്തിങ്ങിന്റെ സിഗ്നേച്ചർ ട്രാൻസ്പാരന്റ് ഡിസൈൻ ഈ ഫോണിലും തുടരും. 6.7 ഇഞ്ച് 120 Hz AMO LED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 6 Gen 4 പ്രോസസർ, 5400 mAh ബാറ്ററി, 50 മെഗാപിക്സൽ ഡ്യുവൽ റിയർ ക്യാമറ എന്നിവ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഫോണിനൊപ്പം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എഡിഷനും കമ്പനി അവതരിപ്പിക്കും. RCBയുടെ നിറങ്ങളും പ്രത്യേക തീമുകളും ഉൾപ്പെടുത്തിയ ഈ ലിമിറ്റഡ് എഡിഷൻ ബംഗളൂരുവിലെ നത്തിങ് സ്റ്റോറിൽ പരിമിതമായ എണ്ണം മാത്രമേ ലഭ്യമാകൂ. ഫ്ലിപ്കാർട്ടിലൂടെയായിരിക്കും ഇന്ത്യയിലെ വിൽപ്പന. വില സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും 4A സീരീസിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഫോൺ എത്തുമെന്നാണ് സൂചന. പുതിയ B സീരീസിലൂടെ ഇന്ത്യൻ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ വിപണിയിൽ സാന്നിധ്യം ശക്തമാക്കാനാണ് നത്തിങ്ങിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജീവനക്കാരുടെ AI ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ടെസ്ല. ചെലവ് നിയന്ത്രിക്കാനാണ് ടെസ്ലയുടെ പുതിയ നടപടി. കൃത്രിമബുദ്ധി സാങ്കേതികവിദ്യയുടെ ഉപയോഗം വർദ്ധിക്കുന്നതിനിടെ ജീവനക്കാരുടെ AI ചിലവിന് പരിധി നിശ്ചയിച്ച് ടെസ്ല. കമ്പനിയിലെ ജീവനക്കാർക്ക് ഇനി ആഴ്ചയിൽ പരമാവധി $200 വരെ മാത്രമേ AI ടൂളുകൾക്കായി ചിലവഴിക്കാൻ കഴിയൂ. ഇതിലധികം ചിലവിടണമെങ്കിൽ മാനേജ്മെന്റിന്റെ പ്രത്യേക അനുമതി നിർബന്ധമാണ്. ChatGPT, ക്ലൗഡ്, ജെമിനായി തുടങ്ങി AI സേവനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനാണ് പുതിയ തീരുമാനം. AI ടൂളുകളുടെ ഉപയോഗം കമ്പനികളിൽ വ്യാപകമായതോടെ ചെലവും അതിവേഗം ഉയരുന്ന സാഹചര്യത്തിലാണ് ടെസ്ലയുടെ നടപടി. അതേസമയം ഇലോൺ മസ്കിന്റെ AI കമ്പനിയായ XAI വികസിപ്പിച്ച ഗ്രോക്ക് പ്ലാറ്റ്ഫോമിന് ഈ ചിലവ് പരിധി ബാധകമല്ല. സ്വന്തം AI സംവിധാനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനാണ് ടെസ്ലയുടെ നീക്കമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കമ്പനികളിൽ AI സബ്സ്ക്രിപ്ഷൻ ചെലവ് ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ AI ഉപയോഗം കാര്യക്ഷമമാക്കാനും അനാവശ്യ ചെലവ് ഒഴിവാക്കാനുമായി പല ആഗോള കമ്പനികളും സമാന നിയന്ത്രണങ്ങൾ പരിഗണിക്കുന്നുണ്ട്. AI സാങ്കേതികവിദ്യയുടെ ഉപയോഗം വർദ്ധിക്കുന്നതിനൊപ്പം അതിന്റെ ചെലവും നിയന്ത്രിക്കേണ്ട സാഹചര്യം രൂപപ്പെടുകയാണെന്നതിന്റെ പുതിയ ഉദാഹരണമായാണ് ടെസ്ലയുടെ ഈ തീരുമാനം വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.